വെൽക്കം ഗൈസ് ബിഗ് സ്ക്രീനിന്റെ ലേറ്റസ്റ്റ് വീഡിയോയ്ക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയുടെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്, ഒരു ഷോർട്ട് റിവ്യൂ ആണ്. പടം നല്ലൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല ഫൺ ആയിട്ടുള്ള കോമഡി കാര്യങ്ങളൊക്കെ ഇമോഷൻസ് ഒക്കെ പടത്തിൽ വന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ലൊരു കണ്ടന്റ് തന്നെയാണ് ഡിജോ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും ഷാരിസ് മുഹമ്മദിന്റെ ആ ഒരു റൈറ്റിംഗിലേക്ക് ഡിജോയുടെ ഒരു ഫുൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. പടം പല രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺസ് തരുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ പടം നമ്മുടെ ഹാർഡ് ഹിറ്റിംഗ് ഡയലോഗ്സ്, അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ഇന്ത്യയുടെ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയാണ്. പിന്നെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അതിഉഗ്രൻ തന്നെയാണ്. ഏറ്റവും വലിയ പോസിറ്റീവ് പടത്തിന് നിവിൻ തന്നെയാണ്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, മഞ്ജു പിള്ള, അതുപോലെ തന്നെ ആ ഒരു പാകിസ്ഥാനി ബായ്, ആ ഒരു ചെറിയ കുട്ടി, അവരൊക്കെ അവരുടെ പോർഷൻസ് നന്നായി ചെയ്തിട്ടുണ്ട്. ധ്യാന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇത്തിരി ഓവർ ആണെങ്കിലും ധ്യാൻ അത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ബട്ട് വേറൊരു കാര്യം എന്ന് പറയാനുള്ളത്, പല രാഷ്ട്രീയ സീനുകൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു ഡയലോഗ്സ്, അതൊക്കെ നമുക്ക് അടിച്ചമർത്തുന്ന ഒരു രീതിയിലാണ് നമ്മളെ ഫോഴ്സ്ഫുള്ളി ചെയ്തു തരുന്ന ഒരു കുത്തിവെക്കാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും പടത്തിനെ മറ്റൊരു രീതിക്ക് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഇതിലെ പല കാര്യങ്ങളും ഒരു ടോക്കായി മാറാൻ സാധ്യതയുണ്ട്. ഏവറേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അബവ് ആവറേജ് പടം തന്നെയാണ്. പല സീനുകളും നിങ്ങൾക്ക് പല രീതിക്കും പല പ്രേക്ഷകർക്ക് പല രീതിയിൽ ഫീൽ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഇതിലും രാഷ്ട്രീയം പറയുന്ന പടം ഡിജോ ജോസിൽ നിന്ന് അത്രത്തോളം ഫുൾ പൊട്ടൻഷ്യൽ വന്നില്ല. കാരണം ഒരു ജനഗണമന പോലത്തെ ഒരു സിനിമ ചെയ്ത ഒരാളിൽ നിന്ന് ഒരു പൊളിറ്റിക്സ് പറയുന്ന പടം എന്ന രീതിയിൽ ആ ഒരു ഫുൾ വന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നല്ല ടെക്നിക്കൽ ആസ്പെക്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ഫസ്റ്റ് ഒരു ഹാഫിൽ നന്നായി വർക്കൗട്ട് ആയിട്ടില്ലെങ്കിലും ബി ജി എം കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ സൂപ്പർ ആയിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു ഒരു 6.75 ഒക്കെ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഒ ടി ടിയിൽ വരുമ്പോൾ കണ്ടാൽ മതിയോ എന്നുള്ള ചോദ്യത്തിന് മതിയാവും എന്നൊരു ഉത്തരം കൂടി ഈ ഒരു പടത്തിന് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഷോർട്ട് റിവ്യൂ ആണ്. എന്തായാലും എല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.